പക്ഷേ ഈ വർക്ക് കഴിയുമെന്ന് അറിയില്ല. അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഓർഡർ ഇപ്പത്തെ കിतना है? ബിസിനസ് ഇപ്പത്തെ ऑर्डर ബിസിനസ് कितना എങ്ങനെ പോകുന്നുണ്ട്? पेपर ऑर्डर है पूरा जगह तुरदा ഓക്കെ ഓക്കെ, ഒരുത്തരെ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്ന് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണിത്. ആക്ച്വലി ഇതിന്റെ റെക്കോർഡിംഗ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. ആഹ് അതായത് കഴിഞ്ഞൊരു ഒരു 3-4 ദിവസം തുടർച്ചയായിട്ട് ഞാൻ കുറേ പേരുമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ച് കൊടുക്കാൻ പോയ സമയത്തും അവിടെ പലരും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്ക് ഒരു അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അതിനൊരു വഴി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് ബിസിനസ്സിലും പിന്നെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, എനിക്ക് ഒരുപാട് റെസ്റ്റോറന്റിൽ എനിക്ക് കുറെ ക്ലയൻസ് ഉള്ളതാണ്. ഓക്കെ, എൻ്റെ ഡയമണ്ട് മെമ്പേഴ്സ് ആയിട്ടും കുറെ വലിയ വലിയ എന്താ പറയാ റെസ്റ്റോറന്റ് കാറ്ററിംഗ് എല്ലാം നടത്തുന്ന ഡയമണ്ട് മെമ്പേഴ്സ് ആയിട്ടും ഉണ്ട്. ഓക്കെ, അവരുടെ അപ്പൊ ആ മെന്ററിംഗിന്റെ സമയത്തും ഇവരും എല്ലാവരും പറഞ്ഞൊരു പ്രശ്നം ഇത് തന്നെയാണ്, ശരിക്കും അനാലിസിസ് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ കാര്യമായിട്ട് പറയാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ പ്രോസസ് ഉണ്ട്, അത് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട്. ആ കോഡ് ഓഫ് കണ്ടക്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീക്ക്ലി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ കോഡ് ഓഫ് കണ്ടക്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അതെ, നമുക്ക് കോഡ് ഓഫ് കണ്ടക്റ്റിൽ നമുക്ക് ആക്ച്വലി 7 എണ്ണമാണ് വരുന്നത്. ഓക്കെ, കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ബൾബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എങ്ങനെയാണ് നടത്തുക, അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഈ കോഡ് ഓഫ് കണ്ടക്ട് ഏറ്റവും ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ ഒരു നല്ല രീതിയിൽ, ഉദാഹരണത്തിന് എത്രയോ റിലയൻസുകാരെല്ലാം വന്നിട്ടുണ്ടാവും, മറ്റേ എന്താ പറയുക അദാനി വന്നിട്ടുണ്ടാവും, എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ടാറ്റയ്ക്ക് ഒരു പേരുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ആ ടാറ്റ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഒരു ഒരു മൂല്യത്തിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കോഡ് ഓഫ് കണ്ടക്ട് അവർക്ക് ബേസ് ചെയ്തിട്ടാണ് അവർ ജീവനക്കാരെടുക്കുന്ന തൊട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കോഡ് ഓഫ് കണ്ടക്റ്റിലെ ഏറ്റവും ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് പാഷൻ തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്, ആ ബിസിനസ് നമ്മൾ പാഷനോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പാഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും വേറെ വഴിയില്ലാതെ നമ്മൾ ആ ബിസിനസ് ചെയ്തു പോവുകയാണെങ്കിൽ, അത് ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ പിടിച്ചേക്കാം. പക്ഷെ ലോങ് റണ്ണിൽ, അതായത് ഒരു കുറച്ച് ദീർഘദൃഷ്ടിയോടുകൂടി നോക്കുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്പർ 1 ആവാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് ചെയ്യുന്ന ബിസിനസ് വളരെ പാഷനോട് കൂടി ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാഷനോട് കൂടി തന്നെ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്റ്റിലെ ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ തന്നെയാണ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എന്താണ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ള ചോദ്യം വരും. അപ്പൊ ഇന്നോവേഷൻ എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയായിരുന്നു. അപ്പൊ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കെപ്പോഴും ആ ട്രെയിനിൽ ഒരു സ്ഥലത്ത് പിടിച്ചിട്ട് കൈ കഴുകാനുള്ള ബുദ്ധിമുട്ടാണ്, ട്രെയിൻ അളുക അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ ചെയ്ത കാര്യം, റെയിൽവേയിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൈ കൊണ്ട് അമർത്തിയിട്ട് വെള്ളം കൈ കൊണ്ട് തുറന്ന് ഇതാക്കാൻ വേണ്ടി ഒരു കൈ വേസ്റ്റ് ആക്കുന്നതിന് പകരം നമ്മുടെ കാൽപാദം കൊണ്ട് നമുക്കൊന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പിൽ വെള്ളം വരും. അത് ചെറിയൊരു ഇന്നോവേഷൻ ആണ്, പക്ഷെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇന്നോവേഷൻ ആയിരുന്നു അത്. അതേപോലെ അതെങ്ങനെയാണ് അവർ കണ്ടെത്തിയത്? അതായത് അവിടെ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ എല്ലാം അവരോടെല്ലാം ഒന്ന് നോട്ട് ചെയ്തിട്ടും എന്താണ് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് കണ്ടുപിടിച്ചത് അതേ രീതിയിലാണ്. അതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഹോട്ടൽ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാറ്ററിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ആയിക്കോട്ടെ, എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ട്സിന് അവിടെ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആ ഗ്യാപ്പ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ, കൂടുതൽ ആളുകളുമായിട്ട് നമ്മൾ വൺ ടു വൺ എടുക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പൊ നമ്മുടെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷെഫ് ഉണ്ട്, അതുമില്ലെങ്കിൽ വേണ്ട നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ സപ്ലൈസ് ഉണ്ടെങ്കിൽ അവരോട് ദയവ് ചെയ്ത് ഇവരായിട്ട് സംസാരിക്കാൻ പഴകുക. അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ ഉണ്ടോ, സൂപ്പർവൈസറോട് വരുന്നവരോടൊന്ന് സംസാരിക്കാനോ, അതൊന്നുമല്ലെങ്കിൽ ക്യാഷിലിരിക്കുന്ന ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ തന്നെ
വരുന്നവരോട് സംസാരിച്ചുകൊണ്ട് അവർ കുറച്ച് നേരം നിങ്ങളൊന്ന് സംസാരിക്കും. ചിലപ്പോൾ തിരക്കുള്ളപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. അല്ലാത്ത സമയത്ത് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ എന്തോ എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടെന്നുള്ള അറിയാം. ആ ഗ്യാപ്പ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ബിസിനസ്സിൽ നിന്നും നമ്മളുടെ ബിസിനസ് വേർതിരിച്ച് നമുക്ക് കാണാൻ കഴിയും. സോ അതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹൂ ദെൻ വാട്ട്. അതായത് ലോകത്തിൽ ഗുഡ് ടു ഗ്രേറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ റിസർച്ച് നടത്തിയിട്ടുണ്ട്. 12,000 കമ്പനികളിൽ വെച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു 72 കമ്പനികൾ എടുത്താണ്. ഓക്കെ, അപ്പോൾ അത്രയും വലിയ സ്റ്റഡി നടത്തിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ആ വിജയിച്ചിരിക്കുന്ന, അതായത് തുടർച്ചയായിട്ട് 50 കൊല്ലമായിട്ടും പരാജയപ്പെടാതെ വിജയത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന 72 കമ്പനികൾ അവർ എടുത്തപ്പോൾ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പ്രോഡക്റ്റിനല്ല, ജീവനക്കാർക്കാണ്. അതായത് അവർ ഒരു കാരണവശാലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പണിക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരൻ അല്ലെങ്കിൽ ഷെഫിന് അല്ലെങ്കിൽ GM-ന് CEO-ന് ആരായാലും ശരി, നമുക്ക് ഏറ്റവും നല്ലൊരാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ് അവർ ഈ സ്ഥാപനത്തിന്റെ ഭാഗമാക്കാൻ അവർ ശ്രമിച്ചു. അവർ ഭാഗമാക്കിയത് കൊണ്ട് തന്നെ എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഈ നല്ല നല്ല ജീവനക്കാർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തന്നെ ഈ ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അവർ തന്നെ നമുക്ക് വഴി കണ്ടെത്തി തരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹൂ ദെൻ വാട്ട് ആണ്. അതായത് ആദ്യം നല്ല ആളുകളെ കണ്ടെത്തുക, അതിനുശേഷം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് തീരുമാനിക്കുക എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് വളരെ തെറ്റായിട്ട് തോന്നാം, പക്ഷേ ഞാൻ പറഞ്ഞ 12,000-ഓളം കമ്പനികളിൽ നിന്നും സെലക്ട് ചെയ്ത് 72 കമ്പനികൾ 50 കൊല്ലത്തോളമായി വിജയിച്ചിരിക്കുന്ന 72ഓളം കമ്പനികളിലും മുഴുവനും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹൂ ദെൻ വാട്ട് എന്ന കൺസെപ്റ്റ്. അതായത് എവിടെ നല്ല ജീവനക്കാരെ കണ്ടാലും പൊക്കി അകത്തേക്ക് ഇടുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ അവർക്ക് എന്ത് റോൾ കൊടുക്കണമെന്ന്. പക്ഷെ അതൊന്നും വിഷയമല്ല. പക്ഷെ നല്ല ജീവനക്കാരെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ശരിക്കും ആവറേജ് ആയിട്ടുള്ള ജീവനക്കാരെങ്കിലും ഉണ്ടാവാം. അവർ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ പർജൗട്ടായി പോകും. അവർ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവരായിട്ട് പോയിക്കോളും. ഈ പുതിയ ജീവനക്കാർ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ജീവനക്കാരെ വരുമ്പോൾ എന്ന് മാത്രമല്ല ഇവർ പറയും എങ്ങനെയാണ് ഈ സ്ഥാപനത്തിന് അടുത്ത ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ബിക്കോസ് അവർക്ക് അത്രയും നല്ല ജീവനക്കാരായിരിക്കും. അപ്പൊ ഈ ഒരു റൂൾ നന്നായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഫസ്റ്റ് ഹൂ ദെൻ വാട്ട്. ഓക്കെ, ഏറ്റവും നല്ല ജീവനക്കാരെ എവിടെ കണ്ടാലും കൊത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അടുത്തത് നോ ഷോർട്ട് കട്ട്സ്. അതായത് ഒരിക്കലും എന്താ പറയാ, ഇപ്പൊ ക്വിക്ക് മണി എന്ന് പറഞ്ഞില്ല, ഇപ്പൊ പെട്ടെന്ന് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബിസിനസിനെ ലോങ് ടേമിൽ ഒരിക്കലും വിജയിക്കാൻ സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട്സ് ഇല്ലാതിരിക്കുക. നിങ്ങൾക്കൊരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക, ആ സിസ്റ്റത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുക. ആ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കാം തുടക്കത്തിൽ. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു, വയനാട്ടിൽ ഒരു ആൽമരം, അവിടെയുള്ള എല്ലാ വീടുകളും എല്ലാ ബിൽഡിങ്ങുകളും എല്ലാം നശിച്ചു പോയപ്പോൾ പോലും ഒരു ആൽമരം യാതൊരു വിധമായ ഇളക്കമില്ലാതെ നിന്നു എന്ന് കണ്ടു. എന്താ കാരണം? അത് അത്രമാത്രം അവിടെ റൂട്ട് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതായത് അത്രമാത്രം നല്ല ബേസ് വർക്ക്, നല്ല ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലോ ആ തുടക്കത്തിൽ നമുക്ക് തോന്നുന്നുണ്ടാവും ഒരുപാട് പേര് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നു എന്നുള്ളത്. പക്ഷേ അവർ സിസ്റ്റം ഫോളോ ചെയ്യാതെ എല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോകുന്നവരാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അവസാനം വിജയിക്കുന്നത് നിങ്ങളായിരിക്കും, അല്ലാതെ അവരായി. ആമയും മുയലും പോലെ തന്നെയാണ്. ഓക്കെ, ഈ മുയൽ എന്തായി ഭയങ്കരമായിട്ട് യാതൊരു വിധമായ സിസ്റ്റം ഫോളോ ചെയ്ത് കണ്ടമാൻ ഓടി പകുതി ദിവസം ക്ഷീണിച്ച് കുറച്ച് കിടന്ന് ഉറങ്ങി. പക്ഷെ ആമ എങ്ങനെയല്ല സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി ആമ ജയിച്ചു. അതേ ഇത് തന്നെയാണ് നമ്മുടെ കാര്യത്തിലും. അതായത് നോ ഷോർട്ട് കട്ട്സ്. അതേപോലെ എന്താണ് ഹെഡ്ജ് ഹോഗ് കൺസെപ്റ്റ് എന്ന് പറയും. ഹെഡ്ജ് ഹോഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഇതിലെ മുള്ളംപന്നിയുടെ കൺസെപ്റ്റ് വെരി സിമ്പിൾ ആണ്. മുള്ളംപന്നിയെ സംബന്ധിച്ചിടത്തോളം അതിന് രക്ഷപ്പെടാൻ അറിയാവുന്ന ഒരൊറ്റ വഴി, ആര് പിടിക്കാൻ വന്നാലും അത് ചുരുണ്ടുകൂടി കിടന്നിട്ട് ആ മുള്ളങ്ങോട്ട് വിസർജിക്കും. ഓക്കെ, അതിനറിയാവുന്ന ഒരൊറ്റ വഴിയാണ്. പക്ഷെ അത് ചെയ്തിരിക്കുന്ന എന്താണ്? അതിൽ അഗ്രഗണ്യനായത് ഏത്? ആ അറിയുന്ന ഒരൊറ്റ പണി. ആ പണി നല്ലോണം ഷാർപ്പൺ ചെയ്ത് അത് ആ പണിയിൽ വളരെ 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 കേപ്പബിൾ ആയി. അതുകൊണ്ട് തന്നെ ആ മുള്ളംപന്നിയെ സംബന്ധിച്ചിടത്തോളം അതിനെ അത് പിടിക്കുക എന്ന് പറയുന്നത് മറ്റേതൊരു ജീവികൾക്കും അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് നോ ഷോർട്ട് കട്ട്സ്. അതേപോലെ തന്നെ ഹെഡ്ജ് ഹോഗ് കൺസെപ്റ്റ്, മുള്ളംപന്നിനെ പോലെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഏതിലാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ സ്ട്രെങ്ത്തിനെ നല്ലവണ്ണം ഷാർപ്പൺ ചെയ്ത് നമ്മൾ അതിൽ അഗ്രഗണ്യരാവുക എന്നുള്ളതാണ് നാലാമത്തത്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട്. അതായത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും അത് സൊസൈറ്റിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടി നമുക്കുണ്ട്. ഓക്കെ, പക്ഷേ
കണ്ടമാനം കൊടുക്കുകയല്ല വേണ്ടത്. കണ്ടമാനം ഇഷ്ടം പോലെ ആരെയും ചോദിച്ചാൽ ഉടനെ എടുത്തു കൊടുക്കാന്നുള്ളത് നമുക്ക് അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവണം. അതായത് നമുക്ക് വരുന്ന വരുമാനത്തിന്റെ 10% നമ്മൾ സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള റൂളാണ്. ഓക്കെ, ആ സൊസൈറ്റിയിലേക്ക് 10% തിരിച്ചു കൊടുക്കുക എന്നുള്ള റൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ സ്ട്രെയിറ്റൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. 10% ഓരോന്നിൽ നിന്നും 10 മാറ്റി വെക്കുക. ആ 10% ആവുമ്പോൾ മാത്രം അത് കൊടുക്കുക എന്നത് പ്രധാനമാണ്. അതിൽ കുറവുമല്ല, അതിൽ കൂടുതലുമല്ല. ഓക്കെ, കൊടുക്കാതിരിക്കുക. അടുത്തത് വാല്യൂസ്. ഏറ്റവും പ്രധാനം വാല്യൂസ് ആണ്, അല്ലെ? നമ്മൾ എന്താ ഒരു വാല്യൂ സിസ്റ്റം ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് അപ്പപ്പ കാണുന്നതിന് അച്ചാന്ന് വിളിക്കുന്ന പരിപാടി അല്ലാതെ നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു വാല്യൂ സിസ്റ്റം ഉണ്ട് എന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഓക്കെ നമുക്ക് കിട്ടുന്ന ആ മര്യാദ നമ്മൾ അദ്ദേഹം പറയും ഓക്കെ കാണുന്ന കസ്റ്റമേഴ്സ് പറയും അല്ലെങ്കിൽ നാട്ടുകാർ പറയും അവര് കുറച്ച് നല്ല വാല്യൂ സിസ്റ്റത്തിൽ പോകുന്ന ആൾക്കാരാണ്, കുറച്ച് ഇതെല്ലാം വാല്യൂ ഫോളോ ചെയ്യുന്നവരാണ്, അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്നുള്ള ചിന്തയുണ്ടാവും, അല്ലെ? പക്ഷെ അതുകൊണ്ട് തന്നെ വാല്യൂ സിസ്റ്റം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഷോർട്ട് ടേമിൽ ഞാൻ പറഞ്ഞ വാല്യൂ സിസ്റ്റം ഇല്ലാതെ വരുന്ന പലരും ചിലപ്പോൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യാം. പക്ഷെ വാല്യൂ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് വാല്യൂ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന നിങ്ങൾക്കായിരിക്കും അത്യന്തികമായിട്ട് വിജയം ഉണ്ടാവുക. അടുത്ത ഏഴാമത്തെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നുള്ള. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു തെറ്റ്, നമ്മൾ വളരുമ്പോൾ കണ്ടമാനം ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഫോൺ 15 Pro Max, അതേപോലെ ആപ്പിളിന്റെ അത് ഇത് അങ്ങനെ പല സാധനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും മുന്തിയക്കാർ, അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊരു ബോഷ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു തെറ്റാണ്. പക്ഷെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ കൃത്യമായി വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പന്നർ ആരും തന്നെ ഇതിനൊന്നും പ്രാമുഖ്യം നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ദയവ് ചെയ്ത് കണ്ടമാനം പൈസ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെലവാക്കാതിരിക്കുക. അതേപോലെ തന്നെ ഉയരങ്ങളിലേക്ക് പോകും തോറും തല താന്ന് തന്നെ ഇരിക്കുക. അത്രയും ഹമ്പിളായിട്ടിരിക്കുക, സിമ്പിൾ ആയിട്ടിരിക്കുക എന്നുള്ളതും കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോഡ് ഓഫ് കണ്ടക്ട് എത്തണം. സോ ഇതാണ് നമ്മുടെ 7 കോഡ് ഓഫ് കണ്ടക്ടുകൾ. ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ ജീവിതത്തിലും എല്ലാം തന്നെ വലിയ ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോവാം. ഓക്കെ, സോ താങ്ക് യു. വന്നവർക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. ഓക്കെ, ഷമാമിനെ കണ്ടില്ലല്ലോ, ഷമീമിനെ കണ്ടില്ല. ഓക്കെ, ക്ഷമം വരുന്നു പറഞ്ഞിരുന്ന. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓക്കെ, ഇനിയാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നുള്ളത് വളരെ പ്രധാനമാണ്, അല്ലെ? നമ്മൾ എന്തോ ബിസിനസ് ചെയ്യുന്നുണ്ട്, ആ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുമാനം വരുന്നുണ്ട്, അല്ലെങ്കിൽ വരുന്നില്ല. അല്ലെങ്കിൽ കച്ചവടം നടക്കുന്നുണ്ടോ, നടക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല. ആ രീതിയിൽ പോകുന്നതിന് പകരം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ബിസിനസ്സിൽ ആവശ്യമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരിയല്ലേ? ഒരു നല്ല ചെക്ക് ലിസ്റ്റ് വേണ്ടേ? ചെക്ക് ലിസ്റ്റ് വേണോ വേണ്ടോ? യെസ്, ചെക്ക് ലിസ്റ്റ് വേണം, അല്ലെ? വളരെ പ്രധാനമാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെക്ക് ലിസ്റ്റ് തീർച്ചയായിട്ടും വേണം, അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെക്ക് ലിസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പോകുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പേഴ്സണലായിട്ട് നിന്ന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ പേഴ്സണലായിട്ട് ഈ ചെക്ക് ലിസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതെന്താണെന്ന് ഞാൻ ആദ്യം കാണിക്കാം. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട്, അത് ഏത് സ്ഥാപനമായാലും ശരി, അത് മാനുഫാക്ചറിങ് ആയാലും ശരി, ഇല്ല സൂപ്പർ മാർക്കറ്റ് ആയാലും ശരി, റെസ്റ്റോറന്റ് ആയാലും ശരി, കാറ്ററിംഗ് ആയാലും ശരി, ഇല്ല ബ്യൂട്ടി പാർലർ ആയാലും, നിങ്ങൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഈ ചെക്ക് ലിസ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവനക്കാരുമായി പങ്കുവെക്കേണ്ട ഒന്നുകൂടിയാണ്. അതെന്താണെന്ന് ഞാൻ കാണിക്കാം. കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്യണേ. ചെക്ക് ലിസ്റ്റ് ക്ലിയർ ആണോ, അല്ല സൈസ് കൂട്ടണോ? കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബഷീർക്ക. താങ്ക് യു സന്തോഷ്. താങ്ക് യു സോ മച്ച്. യാ, താങ്ക് യു ബീന. താങ്ക് യു. യാ, ഓക്കെ. സോ ഇതാണ് ഈ ചെക്ക് ലിസ്റ്റ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ചോദ്യം, കഴിഞ്ഞ 6 മാസത്തെ ആവറേജ് സെയിൽസിനേക്കാൾ 15% സെയിൽസ് കൂടിയിട്ടുണ്ടോ?
ഈ ഒരു ചോദ്യം നിങ്ങൾ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച ഒരു കംപ്ലീറ്റ് മെയിൻ ആയിട്ടുള്ള ആളുകളുടെ ടീം മീറ്റിംഗ് വിളിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കുന്നത്, അപ്പപ്പോ നിങ്ങൾ കുറച്ചുപേരെ ഉള്ളുവെങ്കിൽ പോലും, അല്ലെങ്കിൽ ചെറിയ ടീമാണെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് അപ്പപ്പോ കാണുന്നുണ്ടാവും. അതെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ മാസവും, ഞാൻ സാധാരണ ചെയ്യാറുള്ളത് 5-ാം തീയതി, എല്ലാ മാസവും 5-ാം തീയതി, അല്ലെങ്കിൽ ചിലർ 3-ാം തീയതി, ആ ഒരു ദിവസം എല്ലാ മാസവും 3-ാം തീയതി 5-ാം തീയതി ഫിക്സ് ചെയ്തിട്ട് ആ സമയത്ത് നിങ്ങൾ അവരുമായിട്ട് ഓരോരുത്തരുമായിട്ട് ഈ ടീം മെയിൻ ആയിട്ടുള്ള ആളുകളെല്ലാം വിളിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഏറ്റവും പ്രധാന ആദ്യത്തെ ചോദ്യം, കഴിഞ്ഞ 6 മാസത്തെ ആവറേജ് സെയിൽസിനേക്കാൾ 15% സെയിൽസ് കൂടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുക ഈ മാസം. അങ്ങനെ അതാണ് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അടുത്ത 6 മാസത്തേക്കുള്ള മന്ത്ലി സെയിൽസ് ടാർഗറ്റ് തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്ത് ബിസിനസ് ആയാലും ശരി, നിങ്ങൾ സെയിൽസിന്റെ ടാർഗറ്റ് നിങ്ങൾ തീരുമാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് കെട്ടിയിട്ട് നമ്മൾ കാട്ടിലൂടെ പോകുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങുക, അല്ലെങ്കിൽ ഈ വരുന്ന മാസം തൊട്ട് തുടങ്ങുക, സെപ്റ്റംബർ തൊട്ടിട്ടെങ്കിലും, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരയ്ക്കും തന്നെ വെച്ചോളൂ. അടുത്ത ഒരു 6-7 മാസത്തേക്കുള്ള മന്ത്ലി സെയിൽസ് ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്? നിങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേപോലെ വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇതും എടുത്തുകൊണ്ട് അതിന്റെ ആവറേജ് ഔട്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ കഴിഞ്ഞാൽ, ഇത് ഞാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതേമാതിരി ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? സെയിൽസ്മാൻ ഓഫ് ദി മന്ത് എന്നുള്ള രീതിയിൽ സെയിൽസ് നന്നായി ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്നുണ്ടോ? അത് സെയിൽസ് മാത്രമല്ല, അതായത് നമ്മുടെ ഇതിൽ കാര്യമായിട്ട് എന്താ പറയുക, നന്നായി ഒരു എന്താ പറയുക എംപ്ലോയി ഓഫ് ദി മന്ത് എന്നുള്ള നിലയ്ക്ക്, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് മാത്രം, അതുമല്ലെങ്കിൽ എന്താ പറയാ എന്താ ഓപ്പറേഷൻസിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിച്ചണിലായിരിക്കാം, അതുമല്ലെങ്കിൽ റിസപ്ഷനിലായിരിക്കാം, ആരായാലും ശരി. ഓക്കെ, അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളെ എംപ്ലോയി ഓഫ് ദി മന്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, അടുത്തത് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. അതായത് നിങ്ങൾ എന്താണ് എങ്ങനെയാണ് കസ്റ്റമർ അക്വയർ ചെയ്യുന്നതിനുള്ളത്, എത്രയാണ് നിങ്ങൾ ചെലവാക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ചിലപ്പോ നിങ്ങൾ ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ. ഇത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഭാവിയിലെങ്കിലും ഇത് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ? ഇതിൽ എത്ര പേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എത്ര പേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന്? ഉണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്യാമോ? നോ ആണെങ്കിൽ നോ, വാട്ട് എവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല. യൂട്യൂബ് ചാനൽ ഉണ്ടോ? നോ. ഓക്കെ, സാരമില്ല സന്തോഷ്, അതിപ്പോ തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക. ഓക്കെ, രാംദാസ് എത്രയും പെട്ടെന്ന് തുടങ്ങുക. ഓക്കെ, ബഷീർക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്താണ് കാരണം എന്നുള്ളതും കൂടെ ഞാൻ പറയാം. ഓക്കെ, നമ്മൾ അതിലൂടെ നമുക്ക് നല്ല രീതിയിലേക്ക് തന്നെ വളർച്ച കൊണ്ടുവരാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടത് എത്രയോ ലോറി ഡ്രൈവർമാരുണ്ട് അല്ലേ? ഓക്കെ, അതിൽ ഒരു ലോറി ഡ്രൈവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അയാൾ പോകുന്ന വഴിക്കെല്ലാം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അദ്ദേഹത്തിന് ഇരുന്ന് ആഹാരം കുക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്നോ, അതുമല്ലെങ്കിൽ അവിടെ കാണുന്ന കാഴ്ചകളെല്ലാം അദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അദ്ദേഹം ഇവിടെയുള്ള മധ്യപ്രദേശിലുള്ള ഡ്രൈവറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ലോറി ഓടിക്കുന്നതിലൂടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം അദ്ദേഹത്തെ ചാനലിലൂടെ കിട്ടുന്നുണ്ട്. അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി. അതേപോലെ നിങ്ങൾ കേട്ടുന്ന സുരഭി മാർബിൾസ് എന്ന് കേട്ടിട്ടുണ്ടാവും. എത്രയോ മാർബിൾ കടകളുണ്ട് അല്ലെ? പക്ഷേ ഈ സുരഭി മാർബിൾസ് എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു നല്ല യൂട്യൂബ് ചാനൽ തുടങ്ങി. അവിടെ വരുന്ന ഓരോ പ്രാവശ്യം വരുന്ന അദ്ദേഹത്തിന് ലോഡ് വരുമല്ലോ, ആ ലോഡ് ഇറക്കുമ്പോൾ എല്ലാം തന്നെ അത് എന്ത് കല്ലാണ്, എവിടെ നിന്നാണ് വരുന്നത്, അതിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ ഗുണമേന്മ എന്താണ് എന്നെല്ലാം അദ്ദേഹം കാണിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഓരോന്ന് അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. ചാനലിലൂടെ അദ്ദേഹം കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്തായി എന്ന് വെച്ചാൽ, എത്രയോ മാർബിൾ കടകൾ ഉണ്ടായിട്ടും എവിടുന്നെല്ലാം ആളുകൾ ഇദ്ദേഹത്തിന്റെ സുരഭിയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് എസ്പെഷ്യലി റെസ്റ്റോറന്റിന്റെ കാര്യത്തിൽ യൂട്യൂബ് ചാനലും അതേപോലത്തെ ഇൻസ്റ്റാഗ്രാം ചാനലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും. അടുത്തത്, യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 5 മിനിറ്റിൽ കുറയാത്ത ഒരു വീഡിയോ എങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. അത് നിങ്ങളുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫുകളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്, ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അടുത്ത ചോദ്യം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ എന്നീ സോഷ്യൽ മീഡിയയിൽ ഓരോ മാത്രവും എത്ര സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് കൂടുന്നുണ്ട് എന്ന് നോക്കുക.
അതായത് ചിലപ്പോൾ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ മാർക്കറ്റ് നോക്കാൻ വേണ്ടി നിങ്ങൾ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അയാൾ ചോദിച്ചാൽ ഇടുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇടുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ എല്ലാം തന്നെ ഒരു കണക്ക് വേണ്ടേ? അതായത് കഴിഞ്ഞ മാസം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, ഈ മാസം എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാൻ കഴിയണം. അടുത്തത്, പിന്നെ നമ്മുടെ ജീവനക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ജീവനക്കാരുണ്ടോ? ചിലപ്പോൾ 50 പേരുണ്ടാവും. 50 പേരിൽ എത്ര പേരാണ് സ്ഥിരമായിട്ട് ലേറ്റായി വരുന്നത്? അതിന്റെ ഒരു കണക്ക്. നിങ്ങളുടെ HR ഉണ്ടെങ്കിൽ HR എടുക്കാൻ പറയാ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ഡീറ്റെയിൽ മുടങ്ങാതെ എടുക്കാൻ പറയാ. അത് എല്ലാ മാസത്തെ മീറ്റിംഗിലും അവർ പ്രസന്റ് ചെയ്യണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു മാസം 5 മിനിറ്റിൽ കൂടുതൽ ലേറ്റായി 3 കൂടുതൽ തവണ വരുന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ 2 മടങ്ങെങ്കിലും കട്ട് ചെയ്യാറുണ്ടോ? ഇതാണ് ഒരു ചോദ്യം. ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതേപോലെ തുടർച്ചയായി 6 മാസം ഒരു ലേറ്റ് പോലും ഇല്ലാതെ വരുന്ന ജീവനക്കാരെ ആദരിക്കാറുണ്ടോ? അവർക്ക് എക്സ്ട്രാ ആയിട്ട് വല്ല ബോണസ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ ചെയ്യാറുണ്ടോ? അതേമാതിരി നിങ്ങൾ ജീവനക്കാർ നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ KPI കുറിച്ചിട്ട് ഞാൻ വളരെ വിശദമായിട്ട് തന്നെ വീഡിയോ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് അത് കാണുക. എങ്ങനെയാണ് KPI എങ്ങനെയാണ് നിശ്ചയിക്കുക, എങ്ങനെയാണ് അവർക്ക് ഇത് സമ്മാനം കൊടുക്കുക, എങ്ങനെയാണ് അവരെ നമ്മുടെ കൂടെ കെട്ടിപ്പിടിച്ച് നിർത്തുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് തന്നെ ജീവനക്കാരുടെ HR പോളിസിയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ KPI ഓരോ ജീവനക്കാർക്കും നിങ്ങളടക്കം ഓണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളടക്കം ഓരോ ജീവനക്കാർക്കും നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ, നിർവചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്തത്, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്തവർ നിങ്ങൾ സ്ഥാനത്ത് എവിടെ വരെ എത്തും എന്ന് കാണിക്കുന്ന കരിയർ ഗ്രോത്ത് ലാഡർ മാപ്പ് അവരെ കാണിക്കാറുണ്ടോ? ഇത് നമ്മുടെ ക്ലാസ്സിൽ വളരെ പ്രധാനമായിട്ട് ഞാൻ വളരെ വിശദമായിട്ട് തന്നെ വീഡിയോ ആണ് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് അവരോട് ചോദിക്കുക, അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നീ ഏതുവരെ എത്തും എന്നുള്ള റോഡ് മാപ്പ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ കമ്പനിയല്ല, ഞാൻ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഭാവി ഉണ്ട് എന്നുള്ള അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോകുമ്പോൾ ആ സമയത്ത് പറയേണ്ടി വരില്ല, നീ പോയല്ലോ, നീ ഈ സമയത്ത് പോയി റിസൈൻ ചെയ്തല്ലോ, നിനക്ക് ഞാൻ അത് കരുതി വെച്ചിരുന്നു, ഇത് കരുതി വെച്ചു, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ കരിയർ ഗ്രോത്ത് ലാഡറിന്റെ റോഡ് മാപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് നിർവചിക്കൽ അവിടെ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ വില റിവ്യൂ ചെയ്യാറുണ്ടോ? റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില കറക്റ്റ് ആണോ, അല്ല കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള തരത്തിൽ മാർക്കറ്റുമായിട്ട് കമ്പാരിസൺ ചെയ്യുക. ഈ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടോ എന്നുള്ള ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പ്രധാനപ്പെട്ട ജീവനക്കാരെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അതേപോലെ നിങ്ങളുടെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനുമായിട്ട് കൃത്യമായിട്ട് വിലയിരുത്തൽ, അവരുടെ വിലയുമായിട്ട് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസുമായിട്ട് ഒരു വിലയിരുത്തൽ. നമ്മൾ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ പാർട്ട്നേഴ്സുമായിട്ട് അയാൾ അങ്ങനെയാണോ ഇയാൾ എങ്ങനെയാണെന്നല്ല പറഞ്ഞിരിക്കില്ലല്ല. ഒരു കൃത്യമായ ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫയലിൽ ആ പേപ്പർ വെക്കുന്ന രീതിയിൽ എടുത്തുകൊണ്ട് എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റർ ആരൊക്കെയാണ്, ആ കോമ്പറ്റീറ്റർ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ മാസം അവർ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വിലയും നമ്മുടെ വിലയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അത് കൂടാതെ അവരെന്തെങ്കിലും പുതിയ പ്രോഡക്റ്റോ സർവീസോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ എന്താ പറയാ ഉപഭോക്താക്കളുമായി ഡീൽ ചെയ്യുന്ന വിധത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ മാസവും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഈക്വൽ ആയിട്ടുള്ള ഏതെങ്കിലും എവനെ ഹാരി അല്ല, നിങ്ങളുടെ അതേ രീതിയിലുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കമ്പാരിസൺ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേപോലെ എല്ലാ മാസവും നമ്മുടെ ക്ലാസ്സിൽ 1% ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ വീഡിയോ ഉണ്ട്, അത് കാണുക. എല്ലാ മാസവും ഓരോ ഏരിയ തിരിച്ച് 1% ഇംപ്രൂവ്മെന്റ് നടപ്പാക്കാറുണ്ടോ? ഒരു 1% ഇംപ്രൂവ്മെന്റ്. ആ 1% ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കാറ്ററിംഗിലായിരിക്കും, നിങ്ങളുടെ കിച്ചണിലായിരിക്കാം, അതുമല്ല നിങ്ങൾ ഉദാഹരണം നടത്തുന്ന ബ്യൂട്ടി പാർലർ ആണെങ്കിൽ നിങ്ങൾ അവിടെ സർവീസ് കൊടുക്കുന്ന അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ബിസിനസ് ആണ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് ആണെങ്കിൽ നിങ്ങൾ അവിടെ വരുന്ന റിജക്ഷനിലായിരിക്കാം. അങ്ങനെ എല്ലാ മാസവും ഓരോ ഏരിയ തിരിച്ച് അവിടെ 1% ഇംപ്രൂവ്മെന്റ് എന്താണ് നടപ്പാക്കാൻ പറ്റുക എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുടെ അഭിപ്രായവും കൂടി എടുത്തുകൊണ്ട് നിങ്ങൾ നടപ്പാക്കാറുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള വരുമാനത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 11 പോയിന്റ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യുക. ഈ മാസം തൊട്ട് ഉദാഹരണത്തിന്
ഇപ്പൊ ഓഗസ്റ്റ് മാസമായി അല്ലേ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സെപ്റ്റംബർ ഈ മാസം തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് സെപ്റ്റംബർ മാസം 3-ാം തീയതി 5-ാം തീയതി അങ്ങനെ എല്ലാ മാസവും 5-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, മാക്സിമം ഏറി വന്നാൽ 3 മാസം, അതും അല്ലെങ്കിൽ 4 മാസം അതാകുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം പ്രൊഫഷണലിസം വരാൻ സാധിക്കുമെന്ന് മാത്രമല്ല വലിയൊരു മാറ്റവും കൂടി നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാവും. കൂടുതൽ ആളുകൾക്ക്, നല്ല നല്ല ആളുകൾക്ക് കൂടുതൽ നന്നായി ജോലി ചെയ്യാൻ തോന്നും. പക്ഷേ ഉഡായിപ്പ് നടത്തുന്ന ആളുകൾക്ക് ഇവിടെ തുടരാൻ പറ്റില്ല എന്നുള്ളതും കൂടി മനസ്സിലാവും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ ഇന്നത്തേക്കായി ഡിസ്കസിന് വേണ്ടി മാറ്റിവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ഓക്കെ, ഇത് കൂടാതെ തന്നെ നമ്മുടെ നമ്മുടെ കോഴ്സിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്കും കൂടെ നമ്മൾ അടുത്ത മാസം മാറാണ്. ആ അടുത്ത മാസം മാറിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പോയിന്റ് സിസ്റ്റം, അതേപോലെ ഹാബിറ്റ് ട്രാക്കർ, അങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ലെവലിലേക്ക്, വലിയൊരു മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ വിധത്തിൽ നിങ്ങളുടെ സഹകരണം ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഒരു ഓഫറും കൂടി ഞാൻ പറഞ്ഞിരുന്നു. ആരുടെയെങ്കിലും നിങ്ങളുടെ അവിടെ ഞാൻ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് വാട്സപ്പിലൂടെ എന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഞാൻ പേഴ്സണലായിട്ട് ഒരു വിസിറ്റ് നടത്തുന്നുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതിൽ 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ ഞാൻ പോയി കാണുന്നുണ്ട്. അതേപോലെ നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഞാൻ പേഴ്സണലായിട്ട് വിസിറ്റ് ചെയ്യാം. ഓക്കെ, എന്താ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ വരുന്നതാണ്. ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഒരു ബൾബ് എന്ന് പറയുന്ന ഹാൻഡ് ബുക്ക് ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ഹാൻഡ് ബുക്ക് ആണ്. അതും കൂടി ഞാൻ പേഴ്സണലായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീക്ക്ലി മീറ്റിംഗിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എല്ലാം സംശയമോ അല്ലെങ്കിൽ എന്തെല്ലാം ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഞാൻ മൈക്ക് ഓൺ ചെയ്തു തരാം. സന്തോഷം, ഓക്കെ, സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, നോ ഇഷ്യൂസ്. ഒന്ന് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. മണികണ്ഠൻ, ബഷീർ ഖാൻ, ഫാസിൽ, ശിവപ്രസാദ്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, എന്റെ അഭിപ്രായം പറയാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ. അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഞാൻ എന്തായാലും അൺമ്യൂട്ട് ചെയ്ത് തരാം. നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേത് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ലോഗിൻ പാസ്വേഡ് എല്ലാം തന്നിട്ടുണ്ട്. ഓൾറെഡി നിങ്ങളുടെ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ടാവും, ഇമെയിലിലും വന്നിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എന്നാണ് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ അവിടെ തിരക്കിലാണെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിലൂടെ അയച്ചാലും മതി. എവിടെയാണ് സ്ഥലം എന്നുള്ളതും വാട്സപ്പിലൂടെ അയച്ചാലും മതി. നാട്ടിൽ തന്നെയല്ലേ ബഷീർക്ക? ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് സംസാരിച്ചോളൂ, ഒരു മിനിറ്റ്. ഒന്ന് പറഞ്ഞോളൂ ബഷീർക്ക, ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ബഷീർക്ക ചോദിച്ചോളൂ. സാറേ, കണ്ണൂർക്ക് സാറിന്റെ സ്ഥലം പാലക്കാടാന്ന് തോന്നുന്നുണ്ട് പറഞ്ഞത്. വിഷയമല്ല. എന്റെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഒരു വിസിറ്റ് നടത്താൻ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും വരാം. ഓക്കെ, എപ്പോഴാണ് അടുത്ത ആഴ്ച വന്നാൽ മതിയോ? സാർ എന്തായാലും വരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ സ്ഥാപനം ഓപ്പൺ ആയതിനു ശേഷം ഞാൻ സാറിനെ വിളിക്കുന്നതായിരിക്കും. അത് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത്? എനിക്ക് അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുകയാണ്. അത് നമ്മളല്ല, അവരുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരേണ്ടതാണ്. അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് ബഷീർക്ക് അതൊന്ന് നടന്നു കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം. എന്താണ് അതിന് മെയിൻ്റെനൻസ് വർക്ക് നടക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും. എന്തെങ്കിലും അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എന്റെ ഡയമണ്ട് മെമ്പേഴ്സ് ആയിട്ടുള്ള 2 പേരുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ വലിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് ചെലവില്ലാത്ത സിമ്പിൾ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻകത്തിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ നേരിട്ട് തന്നെ വരാം. ഓക്കെ, ഒരു വിസിറ്റ് ഞാൻ എന്തായാലും ചെയ്യും. ഓക്കെ, ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ സാറേ, ഞാനത് പറയാം. ഇതിപ്പം നമ്മൾ ചെയ്യുന്നതല്ല, അത് മെയിൻ്റെനൻസ് വർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നതാണ്. അത് ഓക്കെ, കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ട ഉള്ളത് നോക്കിയിട്ട് ചെയ്യണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ബഷീർ, താങ്ക് യു സോ മച്ച്. ഓക്കെ സർ, സന്തോഷ്. ഓക്കെ, റീത്ത. ഓക്കെ, താങ്ക് യു. ഓക്കെ, മണികണ്ഠൻ. ഓക്കെ 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 ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇതിന്റെ റെക്കോർഡിങ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. ഓക്കെ, ദയവ് ചെയ്ത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇനിയും പുതിയ പുതിയ ഒരുപാട് ഒരുപാട് ഒരു കാര്യങ്ങൾ കോഴ്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വിസിറ്റ് എന്തായാലും നടത്തും. ഒരുപാട് എനിക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എന്താ പറയുക സജഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ തരാം. ഓക്കെ, നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് വളരെ നന്ദി. ഞാൻ ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ ചെക്ക് ലിസ്റ്റ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉപയോഗിച്ച് തുടങ്ങും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യു വാല്യുബിൾ ടൈം. അപ്പൊ നമുക്ക് ഒരുമിച്ച് നല്ലോണം മുന്നോട്ട് പോകാം, മുന്നേറാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.